നമസ്തേ. നമസ്കാരം. വേണം എടുത്തോ. ചായ കുടിക്കാനോ കാപ്പി കുടിക്കാനോ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്നാ പറ്റി? ഓക്കെ. അതെ, എന്നാണ് വിശേഷം? കുറെ നാളുകൾക്ക് ശേഷം ഒരു വിശേഷമായെന്നറിയാം, ട്വിൻസ് അല്ലേ? അതെനിക്ക് സന്തോഷം. പെൺകുട്ടിയോ ആൺകുട്ടിയോ? നമ്മള് മറ്റേ ക്ലബിൽ വെരി ഗുഡ് വെരി ഗുഡ്. എന്റെ ക്ലബിൽ കയറി, ഞങ്ങളുടെ ക്ലബിൽ കയറി. 3 ആൺകുട്ടിയുടെ ക്ലബില്ലേ, അത് ഞങ്ങൾ പുതിയൊരു ക്ലബ് ഫോം ചെയ്തു. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇപ്പൊ അടുത്ത ആളായി, ഞങ്ങക്ക് അടുത്ത മെമ്പർഷിപ്പ് ആയി. ഓക്കെ, എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖം, സുഖമായിട്ടിരിക്കണു. പുതിയ സിനിമ ഏറ്റവും പുതിയ വിശേഷം അതാണ് മാജിക് മഷ്റൂം. അതിലും ഏറ്റവും വലിയ കാര്യം ചോദിക്കട്ടെ, എന്റെ ഇക്ക എങ്ങനെ ഇരിക്കുന്നു? ദാറ്റ് ഈസ് നാദർഷിക്ക എങ്ങനെ ഇരിക്കുന്നു? എന്റെ പ്രത്യേക അന്വേഷണം പറയണേ. അന്വേഷണം എന്ന് പറയാൻ പറഞ്ഞു, ഞങ്ങളും കൂടെ വരണേന്ന് ആണല്ലേ? എനിക്ക് വഴക്കുണ്ടാക്കാൻ പറ്റുന്ന ഏക ഒരു ചേട്ടനാണ്. ഓക്കെ, ഇന്നും കൂടി പറഞ്ഞോളൂ ആലഞ്ചേരി തമ്പ്രക്കളുടെ കാര്യം. ആ ഫിലിമിന്റെ സമയത്താണ് ശരിക്കും നാദർഷിക്കൻ ഭയങ്കരമായിട്ട് ഒരു ബ്രദർലി അഫെക്ഷൻ വന്നത്. സത്യം, സ്റ്റിൽ മെയിൻറ്റെയിനിങ്, ടച്ച് വുഡ്, അങ്ങനെ തന്നെ പോട്ടെ. അതെ, എങ്ങനെയുണ്ട് ഇക്കയുടെ ഫിലിമിനെ കുറിച്ചൊക്കെ പറഞ്ഞ ആദ്യം? അതാണ് വേണ്ടല്ലേ, എന്റെ ചേട്ടന്റെ പടം അല്ലേ മാജിക് മഷ്റൂംസ്. ഞങ്ങള് കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞതിന് ശേഷം, അതിനുശേഷം പിന്നെ ഇപ്പോഴാണ്, ഇപ്പൊ 10 വർഷമായി. 2016 കട്ടപ്പന ഇറങ്ങിയത്, 2026. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഇക്ക ഞാനും കൂടി ഒരുമിച്ചൊരു പടം ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ് മാജിക് മഷ്റൂംസ്. എന്നിട്ട് ഒരിക്കലും കേൾക്കാത്തത്, എന്ന മലയാളം പേരല്ല, എന്നാ ഇംഗ്ലീഷ് പേരാണ്. പക്ഷെ മാജിക് മഷ്റൂംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെറൈറ്റി മഷ്റൂംസ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഒന്ന് പറയാതിരിക്കാനാണെങ്കിലാണ് ഇരിക്കാൻ പോകുന്നത്. കഥ കേൾക്കണം ഞങ്ങക്ക്. പക്ഷെ എന്നാലും ഇച്ചിരിയൊക്കെ അറിയാമല്ലോ. എന്നാ മാജിക് മഷ്റൂം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ മഷ്റൂമിനെ കുറിച്ച് ചേച്ചിക്ക് അറിയാലോ? അതറിയാം. മഷ്റൂം ഉണ്ടാവുന്നത് തന്നെ ഒരു മാജിക് ആണ് ആക്ച്വലി. ഇടിമിന്നല് ഉള്ളപ്പോ പെട്ടെന്ന് പൊട്ടിമുളച്ച് വരുന്ന ഒരു സാധനമാണ് മഷ്റൂം. അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട്. അപ്പൊ ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ഗ്രോത്തിലൊക്കെ ഒരു മഷ്റൂമിന്റെ പോലുള്ള അങ്ങനെ ഒരു മാജിക് ജീവിത കഥയായിരിക്കും, സിംബോളിക്. അങ്ങനെ പറയാ, അത്ര അറിഞ്ഞാ മതി. ഞങ്ങക്ക് ബാക്കിയൊന്നും അറിയണ്ട. ബാക്കി സിനിമ കാണും. ബാക്കി സിനിമ കണ്ടിരിക്കും, ഞാനും എന്റെ പ്രേക്ഷകരും ഒക്കെ കാണും. എങ്ങനെയുണ്ട് പുതിയ റോള്? പുതിയ റോൾ അടിപൊളിയാണ്. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഇക്കയായിട്ടുള്ള വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് അതൊക്കെ ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യും. ഇക്കയുടെ കൂടെ ഇപ്പോ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത്ര ഒരു സ്പേസ് തന്നു. അതേപോലെ ആയിരുന്നു എനിക്കും ബിഗിനറായിട്ട് വന്നു എന്നുള്ളൊരു പരിപാടിയെ ഫീൽ ചെയ്തിട്ടില്ല സെറ്റില്. നല്ല ഫ്രീഡം. അതിന് ഇപ്പൊ സജഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും, നമ്മൾ ആ ക്യാരക്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, അല്ലാതെ ഇരിക്കുമ്പോഴാണെങ്കിലും ആ ഒരു സ്പേസ് തന്നിട്ടുണ്ട് ഇക്ക. അത് ഇക്കയാണെങ്കിലും ചേട്ടനാണെങ്കിലും എന്ത് സജഷനും മീൻസ് ഇംപ്രൈസ് ചെയ്തൊക്കെ പറയാനുള്ള ഇത് എല്ലാം ഇക്ക കേട്ടിട്ട് എല്ലാം റിജക്ട് ചെയ്തോളും. ഇത് ചെയ്തേ ഉമ്മളെ, അത് വേണ്ട. പക്ഷെ അത് കൊള്ളാം, ഓക്കെ. നല്ല ഫ്രീഡം ആയതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും ക്യാരക്ടറിലേക്ക്. നമുക്ക് കംഫർട്ടബിൾ ആവുമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദിവസമൊക്കെ വരുന്ന സമയത്ത് സ്ട്രിക്റ്റ് ഒക്കെ സീനിയേഴ്സ്, അയ്യോ വിഷ്ണു ചേട്ടൻ, പിന്നെ ലൈക്ക് ഇക്കനെ കാണുന്നു, സുജിത്തേട്ടൻ ഇരിക്കുന്നു, നമുക്ക് ഒരു പേടി ക്രിയേറ്റ് ആവുമല്ലോ ഇനീഷ്യലി. പിന്നെ സ്റ്റാർട്ടിങ് തന്നെ ചെറിയ പോർഷൻസ് ഒന്നും ആയിരുന്നില്ല, കുറച്ചധികം ചെയ്യാനുള്ള പോർഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ 2 ദിവസത്തിൽ ഒരു ഭയങ്കര കംഫർട്ട്. എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണുവിന്റെ സൈഡ്? വിഷ്ണു ചേട്ടനെ പേടിപ്പിച്ചോ? തിരിച്ചിങ്ങോട്ട് പൊക്കി ഇടുകയാണെങ്കിൽ തിരിച്ചടിക്കാം. അങ്ങനെയല്ല, ഓഡീഷന് കണ്ടപ്പോ തന്നെ നമ്മൾ ഒരു 4 കൂട്ടത്തിൽ 4 പേരുണ്ടെങ്കിൽ ഒരു ഫേസ് നമുക്ക് കാണുമ്പോൾ ചിരിക്കാം, അവരെ കണ്ടിട്ട് നമുക്ക് ചിരി വരും, ഓക്കെ കംഫർട്ടബിൾ ആണ്, അങ്ങനെ തോന്നിയൊരു പേഴ്സണാണ് വിഷ്ണു ചേട്ടൻ. അല്ല, കംഫർട്ടർ. അതെ അതെ, നമുക്ക് കാണുമ്പോ ഒരു സമാധാനം, നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തി നമുക്ക് ഫീൽ ചെയ്തു അല്ലെ? അതെ അതെ, ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ സെറ്റിലാണെങ്കിലും ഇനീഷ്യൽ ഡേയ്സിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആള്. ഇദ്ദേഹം പേടിച്ചോ വിഷ്ണു? എന്റെ കൂടെ അഭിനയിച്ചപ്പോഴോ? അല്ല, എന്റെ കൂടെ അഭിനയിച്ചപ്പോഴല്ല, ആക്ച്വലി വിഷ്ണുവിനോട് വർക്ക് ചെയ്യുമ്പോ ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കര സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ അഭിനയിക്കുന്ന സമയത്ത് പേടി ഉണ്ടായിരുന്നോ? അതൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും ഭയങ്കര നമുക്കത് പേടി. ഇതിനോടൊപ്പം എത്തുമെന്നുള്ളായിരുന്നു നമ്മുടെ പേടി. അല്ല, പുള്ളിക്കാരി നല്ല ആക്ടറാണ്. പിന്നെ എന്താ എന്ത് നിങ്ങളുടെ മറ്റേ ആക്ടിങ് സ്കൂൾ തിയേറ്ററാണ്. തിയേറ്റർ അതാ പഠിച്ചേ? അല്ല, പഠിച്ചത് BSc ബോട്ടണിയാണ്. തിയേറ്റർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നല്ല ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് 1 സെക്കൻഡ് ഞാൻ ക്യാരക്ടർ ആവട്ടെ എന്നൊക്കെ. അപ്പൊ പിന്നെ നമ്മളൊക്കെ പേടിച്ചിട്ട് ക്യാരക്ടർ അങ്ങനെയല്ല,
അറിയത്തില്ല, ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ചിരി വരും. വിഷ്ണു ചേട്ടനാണെങ്കിലും ഇങ്ങനെ ഫണ്ണൊക്കെ പറഞ്ഞിട്ടിരിക്കും. പക്ഷെ ആ ക്യാരക്ടറിന് അധികം ചില ഇമോഷൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തുടക്കം തന്നെ എടുത്ത സീൻസ് ഒക്കെ അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ. വിഷ്ണു ചേട്ടനെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചിരി വരും, പക്ഷെ ചിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അപ്പൊ ഈ ബിഹേവ് ചെയ്തത്. കഷ്ടോട് കേട്ടോ. കൊച്ചിനെ അഭിനയിക്കാൻ പോലും സമ്മതിക്കുമല്ലായിരുന്നോ? അതായത് പറഞ്ഞിട്ടില്ലേ കാണുമ്പോഴേ ചിരി വരുമെന്ന്. ഞാൻ നമ്മളൊന്നും പറഞ്ഞിട്ടല്ല. അല്ല ശരിക്കും വിഷ്ണു ചെയ്ത ക്യാരക്ടർ അനുസരിച്ചിട്ടായിരിക്കും അല്ലേ ആ ഒരു വിഷ്ണുവിന്? ഇപ്പൊ പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. അങ്ങനെ പേടിച്ചിട്ടാണ് നോക്കിയത് എന്താ പറയാൻ പോകുന്നത്. ശരിക്കും ഇതിന്റെ ജോണർ എന്താണ്? പക്ക ഫാമിലി എന്റർടൈനർ ആണ്. ഇപ്പൊ നമ്മള് സെൻസർ സർട്ടിഫിക്കറ്റ് വന്ന് ക്ലീൻ യു സർട്ടിഫിക്കറ്റ്, പക്ക ഹ്യൂമർ ഉള്ള പടം. എന്നാൽ ഒരുപാട് ലെയറുകളുള്ള, നേരത്തെ പറഞ്ഞ പോലെ കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിലൊക്കെ ഒരു മഷ്റൂമിൻ്റെതായിട്ടുള്ള ഒരു വളർച്ച ഒക്കെ ഉണ്ട്. ഓക്കെ, അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലേ. മ്യൂസിക് പാട്ട് ഇഷ്ടംപോലെ ഉണ്ടോ? മ്യൂസിക് ഡയറക്ടറും നാദർഷക്ക തന്നെയാണ്. പിന്നെ പറയണ്ട, നല്ല മെലഡി ആയിരിക്കും. പാട്ടുകാര് ചിത്ര ചേച്ചി പാടിയുണ്ട്, ശ്രേയ ഘോഷാൽ പാടിയുണ്ട്, ശങ്കർ മാധവൻ പാടിയുണ്ട്, നാഷ്കട മോള് ഖദീജ പാടിയിട്ടുണ്ട്, റിമി ടോമി പാടിയുണ്ട്. മൊത്തം 5 പാട്ട്. 5 പാട്ട്. അപ്പൊ നല്ലൊരു എന്റർടൈനർ ആണ്. അതെ അല്ലേ? അപ്പൊ ഭയങ്കര കളർഫുൾ ആയിരിക്കും. കളർഫുൾ പടമാണ് ഇത്. ഈ ചോദ്യം ഉത്തരം ചൂസ് ദ കറക്റ്റ് ആൻസർ ചോദിച്ചേ. ഇതാണ് കളർഫുൾ ടിക്ക്. അങ്ങനെ പറയുള്ളൂ. ഞാൻ തന്നെ ചോദിച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് വിശേഷം കേൾക്കട്ടെ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ചേച്ചി ഇതിലുള്ള ആക്ടേഴ്സിനെ കുറിച്ച് പറയാം. അപ്പൊ തന്നെ ഒരു ഏകദേശം ഒരു പിക്ചർ കിട്ടും. ഇതില് ജാഫറൊക്കെ ഉണ്ട്, ഹരിശ്രേ ശോഭൻ ചേട്ടനുണ്ട്, നമ്മുടെ ബോബി കുര്യൻ ബോബി ചേട്ടനുണ്ട്, മനീഷ ചേച്ചി ഉണ്ട്, പിന്നെ അജു വർഗീസ് ഉണ്ട്, ജോണി ആന്റണി ചേട്ടനുണ്ട്, പിന്നെ നത്തില്ലേ നമ്മുടെ അബിൻ ബിനോ, പിന്നെ ഷമീർ ചൂരൽ എന്ന് പറഞ്ഞ ഇതിലുള്ള ഷമീർ, സിദ്ധാർത്ഥ് ഭരതനുണ്ട്, പൂജ ഉണ്ട്, അക്ഷയ് ഉണ്ട്, വിഷ്ണു ചേട്ടൻ. അത് ഓൾറെഡി പറഞ്ഞല്ലോ. Let's cook with love.